എല്ലാവർക്കും പുതിയ വീഡിയോ സാധനം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സോളോ ട്രിപ്പ് പോയിരുന്നത്, പിന്നെ ഒരു ഡുവോ ട്രിപ്പായി, പിന്നെ ഒരു ഗ്രൂപ്പ് ട്രിപ്പായി. അത് കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ആയതെന്നും എല്ലാം പറയാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രിപ്പിന് പോകാനുള്ള. അപ്പോൾ നേരെ വീഡിയോ ആയിട്ട് പോകാം. അതായത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് തിരളിയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരളികളെ വെച്ചായിട്ട് പോയിട്ടില്ല. തിരളി, ഇലയപ്പം, ബ്രെഡ് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ബഡ്ജറ്റ് കുറച്ച് പോയിട്ടില്ല. പക്ഷേ എത്ര നോക്കിയിട്ട് മുംബൈ നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ നമ്മുടെ ഒരു വൈബുകളൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കി എടുക്കാമെന്നുള്ള രീതിയിലാണ് പ്ലാൻ. അവിടെ ചെല്ലുമ്പോൾ അറിയാൻ എത്ര രൂപ ആകുമെന്നും നമ്മുടെ കയ്യിൽ നിൽക്കുമെന്നൊന്നുമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് തിരളിയിൽ വെച്ച് തിരളി ഉണ്ടാക്കിയിട്ട് ഈ ബാഗ് പാക്ക് ചെയ്യാനുണ്ട്. ബാഗ് പാക്ക് ചെയ്തിട്ടില്ല. അപ്പം എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമുക്ക് കൊണ്ടുപോകാനുള്ള തിരളിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബൈ ബൈ. ബൈ ബൈ. അപ്പൊ നമുക്കിനി മുംബൈയിലോട്ട് പോയിട്ട് വരാം. മുംബൈ ചെന്ന് കാണാം. ഓക്കെ, അല്ല മുംബൈക്ക് മുന്നേ ട്രെയിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണണം. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് കാണാം. ട്രെയിൻ വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്ര എക്സ്പീരിയൻസ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ മുംബൈ ഒരു ഈ ഒരു ഇരിപ്പിലായിരുന്നത്. പിന്നെ അവനാണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ഭായിമാരോടൊക്കെ കമ്പനി അടിച്ച് അവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങളൊരു ഗ്യാപ്പ് കിട്ടിയപ്പം ചോറ് കഴിക്കാനായിട്ട് സെറ്റ് ചെയ്ത്, അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ചോറും കഴിച്ച് പിന്നെ ഇങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്. അവന് നീളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ കിടന്നുറങ്ങി. എനിക്ക് നീളം ഉള്ളതുകൊണ്ട് നല്ലോണം ഉറങ്ങാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത ദിവസം പൂനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫ്രഷപ്പായി പല്ലൊക്കെ തേച്ച് ഒന്ന് റെഡിയായിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും ഞങ്ങൾ പൂനെ എന്ന് പറഞ്ഞ പ്ലാനിലേ ഇല്ലായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി എവിടെയൊക്കെ പോകണം എന്നൊക്കെയുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് അവിടെ എവിടെ നോക്കിയാലും വടാപ്പാവിൻ്റെ കടയായിരുന്നു. വടാപ്പാവ് വരുന്ന ആൾക്കാരും വടാപ്പാവ് വരുന്ന കടയും. അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ തിന്നേണ്ടത്, ഈ കാണുന്ന രീതി ഒന്നും അല്ല. പിന്നെ ഞങ്ങൾ കിട്ടിയ രീതിക്ക് അങ്ങ് തിന്ന് നോക്കിയതാണ്. പിന്നെയാണ് ഞങ്ങൾ മനസ്സിലായത് ഇങ്ങനെയല്ല വടാപ്പാവ് തിന്നേണ്ടത്, ആ ബ്രെഡിനകത്ത് വെച്ചാണ് വടാപ്പാവ് തിന്നേണ്ടതെന്നൊക്കെ. പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് സത്യം പറഞ്ഞാൽ ബാഗ് വെക്കാൻ ക്ലോക്ക് റൂം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ അവിടുത്തെ ക്ലോക്ക് റൂം എല്ലാം തപ്പി, അവിടെ ഒന്നും ക്ലോക്ക് റൂമേ ഇല്ല. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറാൻ പോവുകയാണ്. ഇത് നമ്മൾ അമ്പലം കൊള്ളയടിക്കാൻ പോവുകയാണ്. ഇവിടെ ആർക്കും മലയാളം അറിഞ്ഞൂടാ. നല്ല കൊട്ട വെയില്. ഞങ്ങൾ വന്നതിൻ്റെ തലേന്നൊരു മഴ പെയ്തെന്നാണ് ഇവിടെ കേട്ടത്. പക്ഷേ നമ്മൾ മുംബൈയിൽ എത്തുമ്പോഴത്തേക്ക് നല്ല കിടിലൻ മഴ പെയ്യും എന്ന് പ്രതീക്ഷിക്കാം. ഞങ്ങളങ്ങനെ ഈ ബാഗും തൂക്കി ഈ വെയിലത്ത് ഞങ്ങൾ എത്തിപ്പെടുന്നത് ശനിവാർ വാഡ. ശനിവാർ വാഡ എന്ന് പറഞ്ഞാൽ മറാഠാസിൻ്റെ ഒരു ലവ് ഹെറിറ്റേജും പിന്നെ എന്തോ ആണ്. നമ്മുടെ ഈ ഗൂഗിളിനകത്ത് അങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ജയിലിൽ കയറുന്നൊരു പണ്ടത്തെ ഒരു ജയിൽ, ആ ഒരു സെറ്റപ്പാണ് അതിനകത്ത്. അങ്ങനെ 40 ടിക്കറ്റും എടുത്ത് അതിനകത്ത് കയറുമ്പോൾ ഇതുപോലത്തെ ഒരു സെറ്റപ്പാണ്. അങ്ങനെ വെയിൽ കൊണ്ട് സ്ഥലങ്ങളൊന്നും കാണാൻ പ്രത്യേകിച്ചൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെളിയിറങ്ങി. ഞങ്ങൾ ഇവിടുന്ന് ഒരു സാധനം വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ ഇവിടെ കടയെ കണ്ടപ്പോഴത്തേക്കും വയറ് പ്രശ്നമാകുമെന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പൂനെയിൽ വെച്ച് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് പറയാൻ പറ്റുന്നൊരു സാധനം ഈ ഒരു സാധനമാണ്, കച്ചേലി ദാവേലി. പേരൊന്നും കറക്റ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എങ്കിലും ഞങ്ങൾ കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ സാധനം ഇതായിരുന്നു. പിന്നെ പൂനെയിൽ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയതും ഈ ഒരു സാധനമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഈ സാധനം കഴിച്ചിട്ട് നേരെ പോകുന്നത് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള പൂനെ സിറ്റിയിലെ ഫേമസ് ആയിട്ടൊരു അമ്പലം ഉണ്ടായിരുന്നു, എന്നുവെച്ചാൽ ഗണപതി അമ്പലം. ആ അമ്പലത്തിലാണ് ഞങ്ങൾ പോയത്. റോഡ് സൈഡിലാണ് അമ്പലമെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ നല്ല ക്യൂ ഒക്കെ നിന്ന് അകത്ത് കയറേണ്ടതുകൊണ്ട് ഞങ്ങൾ പുറത്തു നിന്നൊക്കെ ഒന്ന് കണ്ടു തൊഴുത് അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ ഈ ഒരു സാധനം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് അഗാ ഖാൻ പാലസ്. ഈ ഒരു സ്ഥലം ഞങ്ങൾ ഇത്ര നേരം നിന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഊബർ ബുക്ക് ചെയ്ത്, ഊബറിനകത്താണെ 100 രൂപ കാണിച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ ഊബറുകാരൻ വന്ന് ഊബറുകാരൻ്റെ സംസാരിച്ച് കമ്പനി ആകുമ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി ഡിസ്കൗണ്ടൊക്കെ തരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 100 രൂപ സാധനം ഞങ്ങളെയും കൊണ്ട് 160 രൂപ വാങ്ങിച്ചിട്ടാണ് അയാൾ പോയത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത് അഗാ ഖാൻ പാലസ്. ബ്രിട്ടീഷുകാർ പണ്ട് പണിഞ്ഞൊരു പാലസാണ്. ഞങ്ങൾ വന്ന ഓട്ടോക്കാരനായ അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ബ്രിട്ടീഷുകാരുടെ ഒരു പാലസാണ് അഗാ ഖാൻ പാലസ്. ഈ പാലസിൽ കസ്തൂർബ ഗാന്ധിയും ഗാന്ധിജിയൊക്കെ ജയിലിൽ, ഇവിടുത്തെ ഈ പാലസ് ജയിലിൽ അടച്ചിരുന്നത് കുറച്ച് നാള്. അങ്ങനെ ആ ഓട്ടോക്കാരൻ പറഞ്ഞൊരു അറിവാണ് അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പാലസൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി നേരെ പോകുന്നത് മുംബൈക്കാണ്. പൂനെ അത്യാവശ്യം ഒന്ന് കറങ്ങി തിരിഞ്ഞ് കണ്ടതിന് ശേഷം ഞങ്ങൾ മുംബൈക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് മുംബൈയിലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു അവസ്ഥ. ലോക്കൽ ട്രെയിനൊക്കെ വരുന്ന കാണുമ്പോൾ പേടിയാവുന്നു. ഇതിനകത്തൊക്കെ എങ്ങനെ കയറി പോകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഞങ്ങൾ മുംബൈയിൽ നിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിലാണ്. ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയൊക്കെ കൂട്ടി ഒരു ചോറൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കം ഉറങ്ങി ഞങ്ങൾ ഇറങ്ങിയത് മുംബൈ കാണാനാണ്. ഞങ്ങൾ ഇത്ര നേരം 2 പേരെ ഉള്ളായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല, ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട്.
മുംബൈ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും അങ്ങനെ നമ്മൾ ഫസ്റ്റ് മറൈൻ ഡ്രൈവിലോട്ട് നടക്കുകയാണ്. നല്ല ട്രാഫിക് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും പറ. അതെ 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 അതെ. ഞങ്ങൾ മുംബൈ പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് പറയുന്ന എല്ലാവരും മുംബൈയിലോട്ട് വരല്ലേ വെള്ളമില്ല, മഴയില്ല, പെരുവെയിലാണ്, നിങ്ങൾക്ക് അവിടെ സ്ഥലങ്ങൾ കാണാൻ പോലും പറ്റത്തില്ല, ഉച്ചയ്ക്കൊന്നും നടക്കാൻ പോലും പറ്റത്തില്ലാന്ന്. ഞങ്ങൾ വിചാരിച്ച് ഒരു മഴക്കോളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല മഴ കാണും, ഒരു വെയിലൊന്നും കാണത്തില്ല, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ചെന്നിറങ്ങിയപ്പോൾ തൊട്ട് പെരുമഴയെന്ന് വെച്ചാൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അത്ര മഴയാണ്. ബ്രോ ഒരു റെയിൻകോട്ട് ഞങ്ങൾ കൂടെ വാങ്ങിച്ചു തരും. മുംബൈയിലോട്ട് വരുന്നവരാണെങ്കിൽ ഇപ്പോൾ വരാതിരിക്കാൻ നല്ലത്. അങ്ങനെ മറൈൻ ഡ്രൈവിൻ്റെ ഒരു സൈഡിൽ കൂടെ നടന്ന് ഞങ്ങൾ വാങ്കഡെ സ്റ്റേഡിയത്തിൻ്റെ ഒരു എൻട്രൻസിൻ്റെ സൈഡിലെത്തി. അങ്ങനെ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ് നമ്മൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ യാത്ര തുടങ്ങി. നടന്ന് മുംബൈ സിറ്റിയിലെ ഓരോ ബിൽഡിങ്ങുകളും കണ്ടു പോവുകയാണ്. സത്യം പറഞ്ഞ് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നതാണ് ഒരു രസം. ഇവിടുത്തെ ട്രാഫിക്കിനിടയിൽ കൂടെ ഈ വലിയ ബിൽഡിങ്ങുകൾ കാണുമ്പം എന്നുവെച്ചാൽ ഇതൊക്കെ എങ്ങനെ പണിഞ്ഞണമെന്നൊക്കെ ഒരു തോന്നൽ വരും നമുക്ക്. ഓരോ ബിൽഡിങ്ങൊക്കെ കണ്ടാൽ നമുക്ക് ഒന്ന് അതിശയിക്കാനുള്ളൊരു വകുപ്പുണ്ട് അവിടെ. വി ആർ അറ്റ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. മുംബൈയുടെ ഒരു ഐക്കോണിക് സ്ഥലമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും. അപ്പോൾ നമ്മൾ ഇവിടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിലാണ്. അല്ല, ഇന്ത്യ ഗേറ്റ് വലിയില്ല. നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിലാണ്. തൊട്ട് സൈഡിൽ തന്നെ താജ് ഹോട്ടൽ. നമ്മളിവിടെ എത്തുന്ന വരെ മഴയില്ലായിരുന്നു. നടന്നു വരുമ്പോഴൊന്നും മഴയില്ല. ഇവിടെ എത്തി സ്ഥലം കാണാൻ അങ്ങോട്ടിരുന്നപ്പോ പെരുമഴ. അതാ ബ്രിട്ടീഷുകാര് ഒരു ബ്രിട്ടീഷ് രാജ്ഞിയും രാജാവിനെയും വരവേൽക്കാൻ 1800 പണിതാ. 1922. അപ്പൊ 1800 അല്ല, 1924. അല്ല, 1924 പണി തീർന്നു. ഞാനൊരു സർവ്വവിജ്ഞാന കോശം തന്നെ. നമ്മള് ഈ നിൽക്കുന്ന ഫോറിനറുമായിട്ട് വന്ന് എല്ലാരും ഇതാ കാണുന്ന എല്ലാരും. ഇപ്പൊ ഇന്ത്യ ഗേറ്റ് ആണ്, ആരുമില്ല, എല്ലാരും ഈ ഫോട്ടോ എടുക്കുന്നതിന് കീഴില്ല. ഇന്ത്യയുടെ പേര് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചെറവറ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് യാത്രയായി. ഞങ്ങൾ നടന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞൂടോ, എങ്കിലും ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ രാജ്യത്തെ ആദ്യത്തെ നേവൽ ഡോക്ക് യാർഡ് അതാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല നീളത്തിൽ നല്ല സെക്യൂരിറ്റിയോടെയാണ് ഒരു ബിൽഡിങ് കാത്ത് സൂക്ഷിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നേവൽ ബേസിൻ്റെ സെറ്റപ്പൊക്കെയാണ്. എന്തുവാണെന്ന് പറഞ്ഞൂടാ. നമ്മളപ്പോൾ എത്തിയിരിക്കുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSCയുടെ ഫ്രണ്ടിലാണ്. ഫ്രണ്ടാണ് ബാക്കാണെന്ന് പറഞ്ഞെങ്കിലും ഇതാണ്ടേ ഈ ബാക്ക് കാണുന്നതാണ് BSC ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നേരെ നോക്കിയാൽ നമ്മളിപ്പോൾ ഓരോ കമ്പനീസിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് കാണാം. ബജാജ് ഫിൻസർവ്, ബജാജ് HDLD NG, ബജാജ് ഫിനാൻസ് എല്ലാം കാണാം. ഇങ്ങോട്ട് നല്ലൊരു സ്പോട്ടാണ് ഗൈസ്. ഇവിടെ നമ്മൾ കുറെ ഫോട്ടോ എടുത്തായിരുന്നു. അത് ഫോട്ടോ എടുക്കാൻ പ്രത്യേക ഒരു ഓത്ര തെറ്റിദ്ധരിക്കരുത്. ഓത്ര എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഫ്രണ്ട് ഗേറ്റ് അടിപൊളിയാണ്, കിടിലം. നമ്മൾ വേണമെങ്കിൽ അത് വീഡിയോയുടെ അവസാനം നമ്മൾ എടുത്ത ഫോട്ടോസ് എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യാം. എന്താ പറയുന്നത്? കിണ്ണ ഫോട്ടോസ് ഗൈസ്. നമ്മളെ ഇപ്പം അവിടെ നല്ല സാറിനുണ്ടായിരുന്നു, സെക്യൂരിറ്റി ഒന്ന് നോക്കിയിട്ട് പുള്ളി ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് പോയി. അങ്ങനെ ഈ കാണുന്നത് ഒരു SBIയുടെ ഒരു ബിൽഡിംഗ് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതുപോലത്തെ 2 ബിൽഡിംഗ് ഞങ്ങൾ കണ്ട്. അപ്പം സന്ധ്യയായി വരുന്നുണ്ട്, ലൈറ്റൊക്കെ ഇങ്ങനെ മങ്ങി വരുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നതിനിടയ്ക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്യാവുന്നത് ഈ ഒരു ഡോർമെൻറ്റിലാണ്. ഇവിടെ വന്നൊന്ന് ഫ്രഷപ്പായി ഞങ്ങളെ ഷൂസും ഡ്രസ്സെല്ലാം നനഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നനഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് അവിടുത്തെ തന്നെയുള്ള മലയാളി റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള റഹ്മാനിയ എന്ന് പറഞ്ഞ കടയിലാണ് വന്നിരിക്കുന്നത്. അപ്പം അത്യാവശ്യം റിവ്യൂ ഒക്കെ കണ്ട് നല്ലൊരു കടയാണെന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത്. അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. ചെന്നിരുന്ന് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. വെയിറ്റ് ചെയ്ത സമയം ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നല്ലൊരു ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയിൽ ഇങ്ങനെ ബിരിയാണി കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മലയാളീസ് കൂടെയാണ് ആ കട നടത്തുന്നതുകൊണ്ടും അത്യാവശ്യം കിടിലം ബിരിയാണിയായിരുന്നു. ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് കുറച്ച് റിസ്ക് പിടിച്ച ഏരിയയാണ്. സംഭവം മുംബൈയിൽ വന്നിട്ട് ഇങ്ങനൊരു സ്ഥലം ചുമ്മാതെങ്കിലും ഒന്നും കണ്ടില്ലെങ്കിൽ രസമില്ലല്ലോ. അങ്ങനെ ഒരു ത്രില്ലിൻ്റെ പേരിൽ ഞങ്ങളും പോയി മുംബൈയിലെ റെഡ് സ്ട്രീറ്റിലേക്ക്. സംഭവം അവിടെ ചെന്ന് വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു ധൈര്യം ഞങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെ വലിയൊരു സാഹസമൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെയാണ് സ്റ്റേ ചെയ്തത്. സഭ ഡോർമെറ്ററി. നമ്മുടെ മുംബൈയിൽ ഫോർട്ട് എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ് നമ്മൾ ഈ ഒരു ഡോർമെറ്ററി വരുന്നത്. നമ്മൾ രാവിലെ റെഡിയായിട്ട് ഇറങ്ങാൻ പോയി, ചെക്കൗട്ട് ചെയ്യാൻ പോയാണ്. നമ്മളിവിടെയാണ് ഇന്നലെ സ്റ്റേ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഡോർമെറ്ററിയും ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ഡോർമെറ്ററിയുടെ തൊട്ട് താഴെയുള്ള സൊസൈറ്റി റെസ്റ്റോറൻറ്റ്, ഇതും മലയാളികളുടെ റെസ്റ്റോറൻ്റാണ്. ഈ ഡോർമെറ്ററിയും മലയാളികളുടെയാണ്.
അങ്ങനെ അവിടുന്ന് പൊറോട്ടയും ചിക്കൻ കറിയാണ് ഞങ്ങൾ രാവിലെ കഴിച്ചത്. അങ്ങനെ രാവിലത്തെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ബാന്ദ്ര ഫോർട്ട്, ബീച്ച്, കൊളാബ മാർക്കറ്റ്, പിന്നെ ഒരു സർപ്രൈസ് സ്ഥലമുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മെട്രോയിലൊക്കെ കയറി ഊബറൊക്കെ പിടിച്ച് ഞങ്ങളങ്ങനെ ഗായ്സ്, അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എവിടെയാണ് ഇതിന്റെ പേരെന്ത്? ഷാറൂഖ് ഖാന്റെ വീടിന്റെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ അടുത്ത് തന്നെ കുറെ വലിയ വലിയ ആൾക്കാരുടെ വീടുണ്ട്. സൽമാൻ ഖാന്റെയും പിന്നെ നമ്മുടെ അംബാനിന്റെ വീടുണ്ട്. അവിടെയൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് നമ്മൾ ബാന്ദ്ര ഫോർട്ടിന്റെ അടുത്ത് ഇറങ്ങിയത്. പക്ഷെ ബാന്ദ്ര ഫോർട്ട് എനിക്കൊന്ന് അടച്ചിട്ടേക്കുവാണ്. നമ്മുടെ വന്നപ്പോൾ ഒരു ഗേറ്റ് അടച്ചേക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഷാറൂഖ് ഖാന്റെ വീട് കാണാൻ എത്തിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാം. നമ്മളെന്താ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ഷാറൂഖ് ഖാൻ്റെ വീട്. ഷാറൂഖ് ഖാൻ ഉറക്കമൊന്നും എഴുന്നേറ്റില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യരെ കാണാനില്ല. പിന്നെ പുറത്ത് കുറേ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു, ഗേറ്റിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഷാറൂഖ് ഖാൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ബീച്ചിലോട്ട് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ബീച്ചും കണ്ട് അങ്ങനെ നമ്മൾ ഷാറൂഖ് ഖാന്റെ വീട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൊട്ടടുത്തുള്ള ബാന്ദ്ര ഫോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഗോവയുടെ ഏതോ ഒരു സൈഡിലത്തെ കടൽ തീരത്തുള്ള സ്ഥലമാണ് ബാന്ദ്ര ഫോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ വൈകുന്നേരം ഓരോ സ്ഥലങ്ങൾ അടയ്ക്കുമെന്ന് പറയുന്നത്. ഇപ്പോൾ 6 മണി 5 മണി ആകുമ്പോഴത്തേക്ക് ഈ സ്ഥലം ക്ലോസ് ചെയ്യും. പക്ഷേ ഇവിടെ വന്നപ്പോൾ വൈകുന്നേരമാണ് തുറക്കുന്നത്. ഈ ഒരു ഫോർട്ട് തുറക്കുന്നത് വൈകുന്നേരം 4 മണിക്കേ തുറക്കത്തുള്ളൂ. അപ്പം നമ്മൾ വന്നത് വെറുതെ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ, ആ ഒരു എന്താ സ്ഥലത്തിൻ്റെ പേര്, സീലിംഗ് ഒക്കെ കാണാൻ നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ നിന്ന്. പിന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഫോർട്ടിന്റെ സൈഡിലോട്ട് കടലിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും അവിടെ പോലീസുകാർ ഓരോരുത്തരെ പൊക്കി ഇങ്ങനെ പറഞ്ഞു വിട്ടോണ്ടിരിക്കുകയാണ്. മുംബൈയിൽ വന്നിട്ട് ബസ്സൊക്കെ ബുക്ക് ചെയ്താണ് നമ്മൾ പോകുന്നത്. കണ്ടോ, ഒരു ഫുൾ AC. ഇതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെന്ന് നമുക്ക് തോന്നത്തില്ല. അതൊരു നമ്മള് ബുക്ക് ചെയ്തൊക്കെ പോകുന്നത് അങ്ങനത്തെ ഒരു ബസ്, പുഷ് ബാക്ക് സീറ്റുള്ള AC ബസ്. നമ്മുടെ KSRTC പോകുന്ന ഒരു റേറ്റ് ആവുന്നുണ്ട് ഇതിനകത്ത്. അത്യാവശ്യം ഒരു 7 കിലോമീറ്റർ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 30 രൂപ. ഗൈസ്, വി ആർ ഇൻ കൊളാബ മാർക്കറ്റ്. നമ്മളെ മുംബൈയിലെ ലാസ്റ്റ് സ്പോട്ട് അല്ലേ? അപ്പം ലാസ്റ്റ് മാർക്കറ്റുകൾ വിസിറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കൊളാബ മാർക്കറ്റിൽ വന്നിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളുടെ വിലയൊക്കെ ചോദിച്ചേ. ടു എക്സ്പെൻസീവ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല നമ്മുടെ ഈ കൊളാബ മാർക്കറ്റിൽ വന്നിട്ട്. ചിലപ്പം കൊച്ചു നല്ല കട കാണുമായിരിക്കും, പക്ഷേ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ചോദിച്ചതെല്ലാം ഹൈ ബഡ്ജറ്റ്. തികച്ചും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 300 രൂപ കിട്ടുന്ന ഇവിടെ 600 രൂപയൊക്കെയാണ് പറയുന്നത്. ഇതിനെക്കാട്ടി അന്തസ്സായിട്ട് സ്റ്റുഡിയോയിൽ പോയാൽ നല്ല സാധനം കിട്ടും. അങ്ങനെ മുംബൈയോട് ബൈ പറയാൻ സമയമായി. ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മുംബൈ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മൾ മുംബൈയിൽ നിന്ന് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? നമ്മളിനി ഗോവയിലോട്ടാണ് പോകുന്നത്. അപ്പം അടുത്തൊരു വീഡിയോ ആയി ഗോവ സീരീസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ ഗുഡ് ബൈ.